ന്യൂയോർക്ക് സിറ്റിയിലെ ഐക്യരാഷ്ട്ര സഭാ ആസ്ഥാനത്ത് വൻ പ്രതിഷേധം നടക്കുകയാണെന്ന് ഞങ്ങളുടെ പ്രതിനിധി മധു കൊട്ടാരക്കര റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഗോ ബാക്ക് വിളിച്ച് പാലസ്തീൻ അനുകൂലികൾ അവിടെ പ്രതിഷേധം നടത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. UN ആസ്ഥാനത്ത് നമ്മുടെ പ്രതിനിധി മധു കൊട്ടാരക്കരയുണ്ട്. വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. കാരണം ഈ പാലസ്തീൻ എന്നൊരു രാജ്യം സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായി പൊതുസഭയിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. മാത്രമല്ല, അവിടെ ഒരു ജനോസൈഡ്, കൂട്ടക്കൊലയാണ് നടക്കുന്നത് എന്ന പരാതിയും ഇസ്രയേലിന് വിരുദ്ധരായി, ഇസ്രയേലിന് കൗണ്ടറായി നിൽക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്കൊപ്പം മധു കൊട്ടാരക്കര നൽകും. മധു, എന്താണിപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂയോർക്കിൽ? ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് എന്റെ തൊട്ടുപുറകില് ഐക്യരാഷ്ട്ര സഭയുടെ തൊട്ടു മുമ്പിലാണ് ഇത്രയധികം പ്രതിഷേധക്കാർ ഇന്നലെ രാത്രി മുതൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഒരു മണിക്കൂർ മുമ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസംഗം അവസാനിച്ചത്. എന്നാൽ ഈ പ്രതിഷേധക്കാർ ഐക്യരാഷ്ട്ര സഭയുടെ മുമ്പിൽ നിന്ന് പിൻവാങ്ങാൻ കൂട്ടാക്കുന്നില്ല. 2 പാലസ്തീൻ സ്റ്റേറ്റ് വേണമെന്നും അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ന്യൂസ് വിടണമെന്നുമുള്ള ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തുടർച്ചയായ മുദ്രാവാക്യങ്ങളും ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണത്തിന്റെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടും അവരുടെ നേതാക്കളും എല്ലാം അഭിസംബോധന ചെയ്ത് ഈ പ്രതിഷേധക്കാരോടൊപ്പം ചേർന്നിരിക്കുകയാണ്. എസ്കേനെ ഞാൻ ദൃശ്യങ്ങളിൽ കാണിക്കാൻ. ന്യൂയോർക്കിൽ നടക്കുന്ന പ്രതിഷേധമാണ്, അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. UN ആസ്ഥാനത്താണ് ഈ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു അല്പം സമയം മുമ്പ് പൊതുസഭയെ അഡ്രസ്സ് ചെയ്തിരുന്നു. ആ പൊതുസഭയെ പ്രസംഗിക്കുന്നതിനിടയിൽ അദ്ദേഹം അസന്നിഗ്ധമായി ചില കാര്യങ്ങൾ പറഞ്ഞു. പലസ്തീൻ രാജ്യം രൂപീകരിക്കപ്പെടാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നും ഹമാസ് ആയുധം താഴെ വെച്ചില്ലെങ്കിൽ അവരെ വേട്ടയാടി നശിപ്പിച്ചു കളയും എന്ന് അന്ത്യശാസനം നൽകുകയും ചെയ്തു. മാത്രമല്ല, അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ചില പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. അവർ കൂകി വിളിച്ച്. മധു കൊട്ടാരക്കര വീണ്ടും ചേരുകയാണ് നമുക്കൊപ്പം. മധു, യഥാർത്ഥത്തിൽ ഇത്രയധികം ആളുകൾ എങ്ങനെയാണ് UN ആസ്ഥാനത്ത് എത്തിയത്? ഇവരൊക്കെ അമേരിക്കക്കാർ മാത്രമാണോ, അതോ മറ്റുള്ള ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടോ? പാലസ്തീൻ അനുകൂലിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇപ്പൊ ഏതാണ്ട് ഒരു 15% പ്രതിഷേധക്കാർ വളരെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. മധുവിൻ്റെ ശബ്ദം, വാക്കുകൾ അത്ര ഓഡിബിളല്ല. എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, ഈ ന്യൂയോർക്കിലെ ലോകത്തിൻ്റെ പല ഇടങ്ങളിൽ നിന്നും ആളുകൾ ചേക്കേറിയിട്ടുള്ള ഒരു മഹാനഗരമാണ് ന്യൂയോർക്ക്. മലയാളികളൊക്കെ ഒരുപാട് താമസിക്കുന്ന നഗരമാണ് ന്യൂയോർക്ക്. ഇവിടെയാണ് UN ആസ്ഥാനമുള്ളത്. ഈ ആസ്ഥാനത്ത് നടന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇവരെ വല്ലാത്ത പ്രകോപിതരാക്കിയിട്ടുണ്ട്. ഈ പ്രസംഗം നടക്കുന്നതിന് മുമ്പ് തന്നെ അവർ പ്രതിഷേധം പ്രകടിപ്പിച്ചു, കൂകി വിളിച്ചു. പല പ്രതിനിധികളും ഇറങ്ങിപ്പോയി. ഇപ്പോൾ UN ആസ്ഥാനത്തേക്ക് പാലസ്തീൻ എന്ന രാഷ്ട്രം രൂപം കൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന പലസ്തീൻ അനുകൂലികളുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ ന്യൂയോർക്ക് നഗരത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധിക്കുവാൻ ഒന്നിച്ചു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. മധു കൊട്ടാരക്കരയാണ് ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തി നമ്മളെ തത്സമയം കാണിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.